ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഈ സമയത്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ആ വാർത്തയിലേക്ക് വരാം. എന്തായാലും ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയല്ലോ. ആ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്കുള്ളത് തന്നെയാണ്. ഒന്നാമത്തെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഈ കാണുന്നവർ ഇനിയും അയക്കാൻ ഉള്ള നിങ്ങളെ കൂട്ടുകാരുണ്ടാവും, PSCയിലെ ഏജ് കഴിഞ്ഞവരുണ്ടാവും. അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ആദ്യം കാണുന്നവരാണെങ്കിൽ, ആദ്യമായിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ കയ്യിലെത്തുന്നത്, നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വാട്സപ്പ് താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കാം, വിളിക്കാം. ഓക്കെ, സംശയങ്ങൾ ആരായാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ RRB ടീച്ചറിന് വേണ്ടിയുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. അതിൻ്റെ ഫീസ് 599 മാത്രമാണ്. റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും PDF നോട്ട്സും PVQ ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും, അതുപോലെ തന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് ചെയ്തും അന്വേഷിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇത് ദയവായിട്ട് ഇത് ഇനിയിപ്പോൾ നമ്മുടെ അവസാന ദിവസം എന്ന് പറയുന്നത് 28-ാം തീയതിയാണ്. ലാസ്റ്റ് ഡേറ്റ് 28 ആണ്. അതിൽ NCL നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുള്ളവർ പഴയ സർട്ടിഫിക്കറ്റ് വെച്ച് അപ്ലൈ ചെയ്യുകയും നാളെ തന്നെ അത് താലൂക്കിൽ പോയി അപ്ലൈ ചെയ്തിട്ട് ആ പുതിയ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ആഫ്റ്റർ 28-ന് ശേഷം നമുക്കത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾ പഴയ സർട്ടിഫിക്കറ്റ് വെച്ച് അപ്ലൈ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, 28-ാം തീയതി വരെ ഡേറ്റ് ഉള്ളൂ. ഓക്കെ, നമുക്ക് അപ്ഡേറ്റ് ചെയ്യാതെ. ഓക്കെ, അതുപോലെ SC/ST പുതിയതില്ലെങ്കിൽ പഴയത് വെച്ച് അപ്ലൈ ചെയ്യൂ. നാളെ അത് അപ്ലൈ ചെയ്തതിന് ശേഷം പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യൂ. റെയിൽവേക്ക് എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്ത് വാങ്ങിച്ചിട്ട് പുതിയതിൽ അപ്ഡേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇത്രയും ആദ്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നത് റെയിൽവേ RRB റെയിൽവേ ടീച്ചർ 7/2024 സെൻട്രലൈസ്ഡ് നോട്ടിഫിക്കേഷൻ 7/2024. ഓക്കെ, PRT PGT ആൻഡ് TGT നോട്ടിഫിക്കേഷൻ ഒക്കെ അനുസരിച്ച് 3 തവണ ചേഞ്ച് കൊടുത്താണ്. ഇപ്പോൾ 28-ാം തീയതി ലാസ്റ്റ് ആയിട്ടുള്ള എക്സാമിൻ്റെ ഡേറ്റ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അതായത് നോട്ടിഫിക്കേഷൻ E5432 റിഗാർഡിംഗ് സെൻട്രലൈസ്ഡ് 7/2024 റിക്രൂട്ട്മെന്റ് ഓഫ് വേരിയസ് മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസ് റിസീവ്ഡ് ഫ്രം ദ സെൻട്രൽ RRB. ഇറ്റ്സ് ഹിയർ ബൈ പ്രൊമഗുലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് പ്രഖ്യാപിക്കപ്പെട്ടു എന്നാണ് അല്ലേ. പ്രൊമഗുലേറ്റഡ് ദാറ്റ് ദ feasibility evaluation initially slated for April has been officially April ആയിട്ട് ആണ് നിശ്ചയിച്ചിരുന്നത്. അത് ഞാൻ ഒരുപാട് വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഡിഫേർഡ് ടു ദ ഫസ്റ്റ് വീക്ക് ഓഫ് ജൂൺ. അപ്പോൾ നമ്മുടെ എക്സാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സംശയത്തോടെ പറഞ്ഞതുപോലെ തന്നെ ജൂൺ മാസം ഫസ്റ്റ് വീക്കിൽ നമ്മുടെ എക്സാം സ്റ്റാർട്ട്, ആദ്യത്തെ ആഴ്ച. അപ്പൊ നോക്കിയോ, നമുക്ക് മാർച്ച് ഉണ്ട്, ഏപ്രിൽ ഉണ്ട്, മെയ് ഉണ്ട്. നന്നായിട്ട് പഠിച്ചെഴുതാനുള്ള ഒരു ടൈം ഉണ്ട്. നമ്മുടെ കോമൺ എക്സാം ആയതുകൊണ്ട് തന്നെ ഓക്കെ, ഇതിന് ഓരോന്നിനെ പറ്റിയുള്ള സിലബസും എക്സാം പാറ്റേണും അതിന് സെലക്ഷൻ രീതിയും എല്ലാം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്ഡേഷൻസിലൂടെ ലഭിക്കുകയും ചെയ്യും. അപ്പം വീണ്ടും വരാൻ പോകുന്ന എക്സാമുകൾക്കുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഡീറ്റെയിൽസ്, കേന്ദ്രീയ വിദ്യാലയ പോലുള്ള എക്സാമുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അപ്പം നോക്കിക്കൊള്ളുക, എന്ത് ചെയ്യുക, ജൂൺ ഫസ്റ്റ് വീക്കിൽ ആണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പഠിക്കാനുള്ള ധാരാളം സമയമുണ്ട്. നിങ്ങൾ കേന്ദ്രീയ വിദ്യാലയത്തിന് ബേസ് ചെയ്ത് തന്നെ പഠിച്ചു തുടങ്ങുക. അതിലൊരു സബ്ജക്റ്റ് കൊണ്ട് പഠിക്കേണ്ടതിൽ സബ്ജക്റ്റ് വേണ്ട. ഓക്കെ, 3 മാസം കൊണ്ട് ധാരാളമായിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ എബിലിറ്റി എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട് 50 വാക്കിന്റെ ഫസ്റ്റ് പാർട്ടും ബാക്കി മാത്സ്, മെന്റൽ എബിലിറ്റി, റീസണിങ്, GK പ്ലസ് കറണ്ട് അഫയേഴ്സ് ആൻഡ് സയൻസ്, ജനറൽ സയൻസ് എന്ന് പറയുന്ന 50 മാർക്കിനുള്ള പോർഷൻസും വളരെ നന്നായിട്ട് പഠിച്ചു തീർക്കാനുള്ള ഒരു ടൈമുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ LP UP ഒക്കെ എഴുതിയിരിക്കുന്നവർ, ഓക്കെ, മടുത്തിരിക്കുന്നവർ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. പഠിച്ചു തുടങ്ങുന്നേ ഉള്ളെങ്കിൽ അവർ പഠിത്തം സ്റ്റാർട്ട് ചെയ്യുക. ഹിസ്റ്ററിയും ജിയോഗ്രഫിയും എക്കണോമിക്സ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളുടെ ഉള്ള LDC ടെക്സ്റ്റ് വെച്ച് വായിച്ചാൽ മതി, പുതിയ ടെക്സ്റ്റുകളൊക്കെ വെച്ചിട്ട് വായിച്ചാൽ മതി. അത് തന്നെയാണ് ഇതിൽ ചോദിക്കുന്നത്, വേറെ പുതുതായിട്ടൊന്നുമില്ല. ഓക്കെ, ആ സിലബസ് ഒന്നും കൂടി സിലബസിന്റെ ക്ലാസ്സുകൾ വരുന്നുണ്ട്, അതിനെപ്പറ്റി അറിയിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അതിനോടൊപ്പം എൻക്ലോസ്ഡ് ഹിയർ വിത്ത് ആർ ദ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. എന്താണ് പ്രൊസീജിയർ? ഓക്കെ, pertaining to the examination centers shall rest with the duly appointed agency designated by the central RRB.
സെൻട്രൽ നിങ്ങൾ എപ്പോഴും പറയുന്നതാണ് എവിടെയാണ് സാറേ എക്സാമിനേഷൻ സെന്റർ എന്ന് ചോദിക്കാറില്ലേ? ഞാൻ പറയും ഫ്ലെക്സിബിൾ ആണെന്നാണ് റെയിൽവേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള പരിപാടികള് കാര്യങ്ങളെല്ലാം മറ്റ് ഏജൻസികൾക്ക് റെയിൽവേ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെയിൽവേ ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെന്റർ അലോട്ട്മെന്റ് കാര്യമായിരിക്കും പറയുന്നത്. ഇതൊരു ഔട്ട് ആയിട്ടുള്ളതല്ല, ഇത് ഇന്നർ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്. ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് അറിയിക്കാനൊരു ത്വര കൊണ്ട് നിങ്ങളോട് പറയുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠനം സ്റ്റാർട്ട് ചെയ്യുക, മടിച്ചിരിക്കേണ്ട. ഞാൻ പറഞ്ഞു 2 മാസം അല്ലെങ്കിൽ മാക്സിമം 3 മാസം ലഭ്യമാകും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ടൈം വന്നിട്ടുണ്ട്, ഡേറ്റ് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്താൽ മതി, പഠനം ആരംഭിച്ചാൽ മതി. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ക്ലാസ്സുകൾ നാളെയോ മറ്റന്നാളോ നമ്മുടെ നോട്ടിഫിക്കേഷന്റെ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 28 ആയതുകൊണ്ടാണ്, കുറച്ചുപേരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാത്തത്. ഓക്കെ, അപ്പം നമ്മൾ ഈ നാളെയോ മറ്റന്നാളോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ അതർ കോഴ്സസ് ആയ HSA നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, അതുപോലെ തന്നെ LPUP ലോങ് ടേം, LPUP ഇന്റർവ്യൂ കോഴ്സുകളൊക്കെ ഉണ്ട്. വളരെ കുറഞ്ഞ ഫീസാണ്. കുറഞ്ഞ ഫീസ് എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടന്റിന് ഒരു കുറവുമില്ല. ഫീസ് കുറയ്ക്കുന്നത് 50% റിഡക്ഷൻ ഇപ്പോൾ നിങ്ങൾക്ക് 2 ആഴ്ചയായിട്ട് തന്നിരിക്കുന്നു. അതുകൊണ്ടാണ്, അതിന് പ്രകാരമാണ് നമ്മുടെ RRB ടീച്ചറിന് 599 രൂപ, HSAക്ക് എല്ലാത്തിനും 999, ഇന്റർവ്യൂ ആണെങ്കിൽ LPUP ഇന്റർവ്യൂ 499, LPUP ലോങ് ടേം ആണെങ്കിൽ ഓൺലി അഡ്മിഷൻ ഫീസ് മാത്രം 299 മാത്രമാണ് LPUP ഇന്റർവ്യൂവിന്റെ ഫീസ്. അപ്പൊ ഇത് കൊടുത്ത് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ ഏജ് പലരും തെറ്റായിട്ട് പറയുന്നുണ്ട്. ഏജ് 48 വയസ്സാണ് ഇതിന് അയക്കാനുള്ള ഏജ്. 48 വയസ്സ്, 3 വയസ്സ് കൊറോണയുടെ ഒരു റിഡക്ഷൻ കൂടി നമുക്ക് തരുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ജനറൽകാർക്ക് 51 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അതായത് PSC അയക്കാൻ പറ്റിയില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് ചാടി കയറി ഇതിൽ അപ്ലൈ ചെയ്യുക. വേക്കൻസി ഇപ്പോൾ കുറവാണെങ്കിലും ഇനി അത് 2022 കഴിഞ്ഞ ഒരു ഫിക്സേഷൻ ആയതുകൊണ്ട് ബാക്കിയുള്ള വർഷങ്ങളുടെ വേക്കൻസി ഉണ്ട്. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന വേക്കൻസികളുണ്ട്. അപ്പോൾ ധാരാളം വേക്കൻസികൾ 20 ആയിട്ട് മാറാം, 40 ആയിട്ടോ 100 ആയിട്ടോ ഒക്കെ മാറാം. ഓക്കെ, അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് സോൺ, നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ നോക്കി നിങ്ങൾ കറക്റ്റ് ആ സോൺ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള സോൺ എവിടെയാണ് അത് കണ്ടെത്തിയിട്ട് കറക്റ്റ് അപ്ലൈ ചെയ്യുക. അല്ലാതെ എല്ലാവരും കൊണ്ട് ചെന്നൈയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെന്നൈയിൽ പോസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുള്ളൂ, അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ചെന്നൈയിൽ ഇല്ലാത്ത പോസ്റ്റ് കൊണ്ട് നിങ്ങൾ ചെന്നൈ കൊടുത്തു കഴിഞ്ഞാൽ ചെന്നൈയിൽ നോട്ട് എലിജിബിളേ കാണിക്കത്തുള്ളൂ. അപ്പൊ എവിടെയാണോ? ചെന്നൈ ആണോ, ബാംഗ്ലൂർ ആണോ, ഖൊരഗ്പൂർ ആണോ, അജ്മീർ ആണോ, ബിലാസ്പൂർ ആണോ, ജമ്മു ആണോ, മാൽഡയാണോ, അത് എവിടെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള പോസ്റ്റ് ഉള്ളത് അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ക്വാളിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ താഴെ തന്നിട്ടുണ്ട്. നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ വരുന്ന എല്ലാ സംശയങ്ങൾക്കുള്ള ഓരോ വീഡിയോയും നമ്മുടെ ചാനലിൽ RRB ടീച്ചർ റെഗുലർ എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണും. നിങ്ങളുടെ ആധാറിൽ ഉണ്ടാകുന്ന പ്രശ്നം, അതുപോലെ നോട്ട് എലിജിബിലിറ്റി കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ അയക്കാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്ന പ്രോസസ്സുകളെല്ലാം ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കാം. അതിൽ പറ്റാത്തവര്, അതിൽ കണ്ടിട്ട് സംശയമുള്ളവര് വിളിക്കുകയോ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. തീർച്ചയായിട്ടും സമയബന്ധിതമായിട്ട് നിങ്ങൾക്ക് തിരിച്ചും മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും പഠിച്ചു തുടങ്ങുക. ജൂൺ ഫസ്റ്റ് വീക്ക്, ജൂൺ മാസം മനസ്സിൽ വെക്കുക. ജൂൺ മാസം ഫസ്റ്റ് വീക്കാണ് ജൂൺ. അപ്പൊ മെയ് കൂട്ടിയാൽ മതി, ജൂൺ ഫസ്റ്റ് വീക്ക്. അപ്പൊ എല്ലാവരും പഠിച്ചു തുടങ്ങുക. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തവരിലേക്ക് ഈ വീഡിയോ, അതായത് നിങ്ങൾ ഈ ചാനൽ അറിഞ്ഞൂടാത്തവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർ, വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടി, അപ്ലൈ ചെയ്യാൻ പറ്റാതെ, PSC അപ്ലൈ ചെയ്യാൻ പറ്റാതിരിക്കുന്നവർക്ക് വേണ്ടി ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അവർ അപ്ലൈ ചെയ്യട്ടെ, എല്ലാവർക്കും ജോലി കിട്ടട്ടെ. ഓക്കെ, എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും സന്തോഷിക്കട്ടെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.